ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മൂന്നാറിലേക്ക് പോവാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു മൂന്നാറിലേക്ക് ഒന്ന് പോകണമെന്ന്. അവിടെ നമ്മുടെ കസിൻ ചേട്ടനുണ്ട്. ചേട്ടൻ അവിടെയാണ് സെറ്റിൽഡ് ഫാമിലി ആയിട്ട്. പോകുന്ന വഴി ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങൾ സൈഡാക്കി കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവിടെ അങ്ങ് നിന്നു. പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ ചാടി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എന്തോ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ആനച്ചാലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കസിൻ ചേച്ചിയുടെ വീടാണ്. വീട് കാണിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മൂന്നാറിലോട്ട് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ എത്തി. നമ്മളങ്ങനെ ചേട്ടൻ്റെ വീട്ടിലെത്തി. മൂന്നാർ ടൗണിൽ തന്നെയാണ് ചേട്ടൻ്റെ വീടുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറുവാണ്. എല്ലാവർക്കും വയ്യ, എല്ലാവരും ക്ഷീണിച്ചൊരു പരുവായി. ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. അവന് വയ്യ. ഇവിടെ എത്തിയപ്പോഴേക്കും കുഴഞ്ഞൊരു പരുവായി ആള്. പൊന്നുകുട്ടിയൊക്കെ ഉറക്കത്തിൽ എണീറ്റ് വരുന്നേ ഉള്ളായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ആകപ്പാടെ ഞെട്ടിപ്പോയ അവള്. കാരണം ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചു കാണത്തില്ല. പിന്നീട് എല്ലാവർക്കും നല്ല വിശപ്പായി. ഞങ്ങൾ ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ഇന്ന് ചേച്ചിയുടെ ചൂട് പുട്ടും കടലക്കറിയാണ്. കാരണം ചേച്ചി ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. ചേച്ചി ഒരു പാലക്കാരിയാണ്. ഈ പാലയിലെ ആൾക്കാരുടെ കൈപുണ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. എന്തുണ്ടാക്കാലും ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ ഫുഡിനും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു പുട്ട് കഴിക്കുന്ന ഞാൻ ഇപ്പോൾ 2-3 കുറ്റിപ്പുട്ടായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒട്ടുമേ സമയം കളയണ്ടെന്ന് കരുതി ഞങ്ങൾ നേരെ ഇറങ്ങി മൂന്നാർ കാണാനായിട്ട്. പോകുന്ന വഴി ഈ ഒരു സൂപ്പർ തേയിലത്തോട്ടം കണ്ട് ഞങ്ങളെല്ലാവരും ചാടി ഇറങ്ങി. കൂടെ പിള്ളേരും ഇറങ്ങി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് പോവാനേ തോന്നിയില്ല. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. കുറേ സമയം അവിടെയൊക്കെ ചിലവഴിച്ചിട്ട് നമ്മൾ പിന്നെ റൂമിലേക്ക് പോയി. കാരണം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും പൊന്നുകുട്ടിയാണ് ലാസ്റ്റ് ഇറങ്ങിയത്. പിള്ളേരെല്ലാം വണ്ടിക്കകത്ത് കയറി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, ഉച്ചയായിട്ട് പോലും. അങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിരുന്നു. കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി ഫോക്കസ് ചെയ്യാണ് ക്യാമറ എല്ലാവരുടെയും നേർക്ക്. അങ്ങനെ അപ്പൂസിന്റെ നേർക്കും ക്യാമറ ഫോക്കസ് ചെയ്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്തി. ഇതാണ് മൂന്നാറിന്റെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇത് ഞാനിട്ട പേരാണ് കേട്ടോ, അങ്ങനൊന്നുമല്ല പേര്. ഇത് ഫോറസ്റ്റിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർമിഷനോടുകൂടി മാത്രമേ ഇതിനകത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യജീവി പോലും ഇല്ല. കുറേ പശുക്കൾ മാത്രമുണ്ട്. പക്ഷേ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി നമുക്ക് തടാകത്തിന്റെ അടുത്തേക്ക് പോയി കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാന്ന് കരുതി ഞാനും കാശിയും കൂടെ അങ്ങോട്ട് നടക്കുവാണ്. അതിനുശേഷം പിള്ളേരെ എല്ലാം വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാന്ന് കരുതി ഞാനും പിള്ളേരൊക്കെ കുറേ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കളിക്കുവാണ്. അതിനുശേഷം നമ്മൾ നേരെ ഒരു ഗാർഡനിലേക്ക് പോയി. പോകുന്ന വഴി ഈ ഒരു പോപ്കോൺ ഷോപ്പ് കണ്ട് പിള്ളേരെല്ലാം ചാടി ഇറങ്ങി. പിള്ളേർക്ക് പിന്നെ പോപ്കോൺ എന്ന് കേട്ടാ പ്രാന്താണല്ലോ. പിള്ളേർക്ക് മാത്രമല്ല, പോപ്കോൺ എന്ന് കേട്ടാ അതേ ഞങ്ങൾക്കും പ്രാന്താണ്. നമ്മൾ സാധാ കഴിക്കുന്ന ഒരു പോപ്കോൺ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് പൊളി ടേസ്റ്റ് ആണ്. കാരണം ഇതിനകത്ത് കുറേ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പാർക്കിലോട്ട് പോയി. പാർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി പാർക്കാണ്. ഫുള്ള് പൂക്കളും ചെടികളും വെറൈറ്റി പൂക്കളാണ് കേട്ടോ. അത്രയും സൂപ്പറാണ്. ഗാർഡൻ ഏരിയ തന്നെ ഉണ്ട് ഒരുപാട് കാണാനായിട്ട്. ഒരുപാട് നടക്കാനും ഉണ്ട്. നമ്മളൊക്കെ